Hi friends, welcome back to Mahin Friends 07. Free Fire like വരുന്നുണ്ട് Valentines Day event. Eventന്റെ full details കാണാം. നമുക്ക് എങ്ങനെ tokens ലഭിക്കും, പിന്നെ നമുക്ക് emote എങ്ങനെ claim ചെയ്യാം. Eventil നമ്മൾ എന്തൊക്കെ ചെയ്യണം, പിന്നെ എപ്പോഴായിരിക്കും നമുക്ക് event സ്റ്റാർട്ട് ആകുന്നത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് വീഡിയോ ആരംഭിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽ ഐക്കൺ മറക്കാതെ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്തേക്കട്ടോ. അപ്പോൾ ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന ഇവന്റുകളെ കുറിച്ചും പിന്നെ അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനും സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഞാൻ സ്ഥിരമായി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എൻ്റെ മൊബൈലില്ല ഗൈസ്, അതിന്റെ ഡിസ്പ്ലേ അടിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മറ്റൊരു മൊബൈലിലാണ്. ഈ മൊബൈലാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഗൈസ്, എന്നാലും നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യരുതല്ലോ. നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് നൽകുക. നമുക്ക് നമ്മുടെ ഇവന്റിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് കുറച്ച് മിഷൻസ് നൽകുന്നുണ്ട്. ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കാൻ പോകുന്നത് മാഗസൺ ഗണ്ണിന്റെ സ്കിന്നാണ്. ഈ ഗണ്ണിന്റെ സ്കിന്ന് നിങ്ങൾക്ക് പെർമനന്റ് ലഭിക്കില്ല, ഇത് ലഭിക്കുന്നത് ടെമ്പററി ആയിട്ടാണ് ഗൈസ് ലഭിക്കുക. 60 ദിവസത്തേക്ക്, പിന്നെ 30 ദിവസത്തേക്ക്, പിന്നെ 10 ദിവസത്തേക്കാണ് ലഭിക്കുക. ഇതല്ലാതെ ലാസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2 ഗോൾഡ് റോൾ വോച്ചർ, പിന്നെ 2 ഡയമണ്ട് റോൾ വോച്ചർ, പിന്നെ 2 ഇൻക്യുബേറ്റർ വോച്ചർ ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഗൈസ്? ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു ഇവന്റ് സ്റ്റാർട്ട് ആകും. ഇവിടെ ലഭിക്കുക മറ്റൊരു ടോക്കൺ ആണ്. ഇവിടെയും കുറച്ച് മിഷനുകൾ നൽകുന്നുണ്ട്. മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ലഭിക്കുക ടോക്കൺ ആണ് ഗൈസ്. ഈ ടോക്കൺസ് വെച്ച് നമുക്ക് ഇവിടെ ഒരുപാട് സ്റ്റോറിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് റിവാർഡ്സ് ക്ലെയിം ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഔട്ട്ഫിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല, പകരം നമുക്ക് ടോക്കൺസ് കൊടുത്താലായിരിക്കും ഫ്രണ്ട്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. നമുക്കൊരു 100 ടോക്കൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന ഫീമെയിൽ ബണ്ടിൽ നമുക്ക് ഫുൾ സെറ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കും ഗൈസ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് മൂന്നാമത് മറ്റൊരു ഇവന്റ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ലഭിക്കുക ബണ്ടിലൊക്കെയാണ്. ഇവിടെ മറ്റൊരു ടോക്കൺസ് വരുന്നുണ്ട് ഗൈസ്, ഒരു ഹാർട്ട് ടോക്കൺ വരുന്നുണ്ട്. അപ്പോൾ ആ ടോക്കൺസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ കാണുന്ന ബണ്ടിൽസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. വളരെ നല്ലൊരു മെയിൽ ബണ്ടിൽ. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു മെയിൽ ബണ്ടിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബണ്ടിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിന്റെ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കും, അതിന്റെ ഒരു ഷൂ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഇവിടെ ഫീമെയിൽ ബണ്ടിൽ ലഭിക്കുന്നുണ്ട്. സ്ക്രീനിലേക്ക് നോക്കുക. ഈ ഫീമെയിൽ ബണ്ടിൽ മിക്ക പ്ലേയേഴ്സിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കാം. തീർന്നില്ല, ഈ ഫീമെയിൽ ബണ്ടിൽ കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ജാക്കറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു മെയിൽ ബണ്ടിലിന്റെ. വളരെ ഓൾഡ് ആയിട്ടുള്ള ബണ്ടിലാണ് ഇത് ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും ഈ ബണ്ടിൽ. ഈ ഇതിന്റെ ജാക്കറ്റ് കാണാം. ഓക്കെ, ഇതെല്ലാം ക്ലെയിം ചെയ്യാം. അത് മാത്രമല്ല താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവതാർ ലഭിക്കുന്നുണ്ട്. നമുക്ക് അത് മാത്രമല്ല മറ്റൊരു ബാനർ ലഭിക്കുന്നുണ്ട്. തീർന്നില്ല ഗൈസ്, സർഫോർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സർഫോർഡ് മാസമാണ്, വളരെ നല്ലൊരു സർഫോർഡ് സ്കിൻ ആണ്. അത് മാത്രമല്ല നോക്കുക ഗൈസ്, നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇമോട്ട് കാണാം. ബട്ട് ഗൈസ് നമുക്ക് ഉറപ്പില്ല ഈ ഇമോട്ട് നമുക്ക് ഇവിടെ ഇന്റർ സെർവറിലേക്ക് ലഭിക്കുമോ എന്ന് അറിയില്ല. എന്ത് തന്നെ ആയാലും ഇവന്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഈ ഇവന്റ് സെക്ഷനിൽ നമുക്ക് ഇമോട്ട് ലഭിക്കുമോ ഇല്ലോ എന്ന്. ഈ ഒരു ഇമോട്ട് ഇത് കൂടാതെ മറ്റൊരു ഇമോട്ട് വന്നിട്ടുണ്ട്. ഈ ഇമോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ നല്ലൊരു ഇമോട്ടാണ്. ഇമോട്ട് കൊള്ളാമല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവന്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോക്കൺസ് ക്ലെയിം ചെയ്യുക. ടോക്കൺസ് നമ്മളെല്ലാവരും എക്സ്ചേഞ്ച് സ്റ്റോറിൽ വന്നിട്ട് നമുക്ക് റിവാർഡ്സ് എക്സ്ചേഞ്ച് അടിക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും കമന്റ് അടിക്കുക ഈ 2 ഇമോട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമോട്ട് ഏതാണ്. ദെൻ മറ്റൊരു ടോപ്പ് അപ്പ് ഇവന്റ് വരാൻ പോകുന്നുണ്ട് ഗൈസ്. ആ ഒരു ടോപ്പ് അപ്പ് ഇവന്റ് നമുക്ക് ഈ ഒരു ഇമോട്ട് കാണാൻ സാധിക്കും. ഒരു ന്യൂ ഇമോട്ടാണ് കിട്ടുക. നമുക്ക് മുമ്പൊന്നും ഗെയിമിലേക്ക് വരാത്തൊരു ഇമോട്ടാണത്. ഈ ഒരു ഇമോട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. വളരെ OP, വളരെ മാസനൊക്കെ വേണം പറയാനായിട്ട് ഈ ഇമോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഒരു ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ലഭിക്കുക ടോക്കൺസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ 8 ടോക്കൺസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പാന്റ് ക്ലെയിം ചെയ്യാം 8 ടോക്കൺസ് ഉപയോഗിച്ചിട്ട്. ഫെബ്രുവരി 10 കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ വാലന്റൈൻസ് ഡേ ഇവന്റ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.